അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീറ്റെയിൽ സൈഡിലുള്ള ഫാമിലി സ്റ്റോറുകളും മറ്റും ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. എനിക്കൊന്നൊരു ബ്രാൻഡ് ഓണറുടെ പെർസ്പെക്റ്റീവ് കൂടി അറിയാൻ പറ്റും. ഇത് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് തന്നെ മൈക്കിൽ ഒരു സീറ്റിലിരുന്ന് മൈക്കുമായി സംസാരിക്കാനാണോ എന്നുള്ള സംശയം അതവിടെ സൈഡിൽ വെച്ചുകൊണ്ട് ആദ്യം ഞാനില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അറിയാം. ഞാൻ ലാലുവിനെ കുറിച്ച് എനിക്ക് വേറൊരു ചെറിയൊരു അനക്ഡോട്ട് പറയാനുള്ളത്. ഞാൻ വളരെ വൈകി ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളാണ്. നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രായം കൊണ്ട് കറക്റ്റായിരുന്നു. അപ്പം എൻ്റെ സ്റ്റോറി കൂടി പറയാം അല്ലേ? അത് കഴിഞ്ഞ് ലാലുവിലേക്ക് പോവാം. ഞാൻ 2014 MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി എൻ്റെ ചേട്ടനും കസിനും ഈ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അവർ ഈ ചെറിയ മാനുഫാക്ചറിങ് പരിപാടികളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വരുന്നു. ചെറിയ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് സ്വയം തൊഴിൽ രൂപത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. പിന്നീട് നമ്മൾ എപ്പോഴും ഈ ഇൻഡസ്ട്രിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം നല്ല വസ്ത്രങ്ങൾ ഇടുക, അല്ലെങ്കിൽ നന്നായി ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു താല്പര്യമുണ്ട്. എത്രത്തോളം നന്നാവുണ്ടെന്ന് അറിയില്ല, പക്ഷേ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ MBAക്ക് ജോയിൻ ചെയ്ത സമയത്താണ് ഇവർ ബാംഗ്ലൂരിലേക്ക് മാറുകയും സ്വന്തമായിട്ടൊരു ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടുകയൊക്കെ ചെയ്തത്. പിന്നീട് എക്സ്പോർട്ട് ഓർഡറുകളുടെ സബ് കോൺട്രാക്റ്റിംഗ് സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ പെപ്പെ ജീൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ഷനിലേക്കൊക്കെ ചേട്ടൻ്റെ ആ ചെറിയ കമ്പനി വളരുകയും അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ അത്തരം ബ്രാൻഡുകൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരവസരം ആ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ ചണ്ഡീഗഡിലാണ്. അപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് നേരിട്ട് കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, ഉണ്ട്, വളരെ റയറാണ്. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും ഒരു ഹോൾട്ട് എടുക്കണം. അപ്പോൾ ബാംഗ്ലൂർ ഹാൾട്ടാകുമ്പോൾ എനിക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം അടക്കം നിന്ന് പതുക്കെ വേണമെങ്കിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആണ് വരാറ്. അപ്പോൾ ആ സമയം മുതൽ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അന്ന് മുതൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ചണ്ഡീഗഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ പഞ്ചാബി സോങ്സ് കേട്ടാൽ അറിയാം, അതിനകത്ത് ബ്രാൻഡുകളെ കുറിച്ചൊക്കെ പരാമർശിക്കും. കുടി, കാൻഡി, ജഗ്വാർ, ലേലോ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളുണ്ട്. അതായത് എൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്നത് ആദ്യം ജഗ്വാർ എന്നാണ് അവർ പറയുക. ജാഗ്വാർ കാറ് മേടിക്കൂ, എന്നിട്ട് വേണമെങ്കിൽ സ്നേഹം മേടിക്കൂ എന്നൊക്കെ പാട്ടിലൂടെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ പഞ്ചാബും ചണ്ഡി. ഭയങ്കര ഫ്ലാംബോയൻ്റ് ആണ്. അപ്പോൾ അന്ന് മുതൽ ഈ എലാൻഡെ എന്ന് പറഞ്ഞൊരു മോളുണ്ട് അവിടെ. അപ്പോൾ ആ മോളിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ഫാൻസി ബ്രാൻഡുകൾ. അന്ന് സാറയൊക്കെ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. സാറ കാണുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ മാർക്കറ്റിംഗ് പുസ്തകത്തിൽ, ഫിലിപ്പ് കോട്ട്ലറുടെ പുസ്തകത്തിൽ സാറിനെ കുറിച്ചൊരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റിലേറ്റബിളായി. ഇവർ എങ്ങനെയാണ് ഈ സാറ എന്നുള്ള ഇൻഡിടെക്സിൻ്റെ ഈ ബ്രാൻഡ് ഇങ്ങനെ ആയതെന്നും വലിയ ബ്രാൻഡുകളുടെ വലിയ മാളുകളുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള സ്പോട്ട് എടുത്തിട്ടാണ് ഇവർ ബ്രാൻഡായി മാറിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് അഡ്വർടൈസ്മെൻറ്റിന് ഒരു പൈസ പോലും ചിലവാക്കാതെ എങ്ങനെ ഒരു ഗ്ലോബൽ ജയൻ്റായി മാറി എന്നുള്ള കേസ് സ്റ്റഡി ആയിരുന്നു അത്. അപ്പോൾ എഡ്യൂക്കേഷനും നമ്മുടെ ആഗ്രഹവും താല്പര്യമൊക്കെ നേടിത്തരുന്നൊരു സിറ്റുവേഷനായിരുന്നു ചണ്ഡീഗഡിനുള്ളത്. വളരെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു പലരും പോയിട്ടുണ്ടാവും. പിന്നീട് ഈ എക്സ്പോഷറും കൂടി ആയപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ലേബൽ സ്റ്റാർട്ട് ചെയ്ത് വിടാം എന്ന് തീരുമാനിച്ച് കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന ആളാണ്. അതിനകത്തൊരു ചെറിയൊരു വിഷമം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ അത്ര വിഷമമൊന്നുമില്ല. എങ്കിലും അങ്ങനെയാണ് വന്നത്. പിന്നീട് ഒരു ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ലേബൽ സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ തുടങ്ങിയത്. ഇത് മോശമില്ലാതെ പോകുന്നു. ഇതുപോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ കഴിവ് സംസാരിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലാലുവൊക്കെ എന്നെ വിളിച്ചത്. ലാലുവിൻ്റെ ഉദ്ദേശം വേറെ ആണെങ്കിലും. ഇപ്പോൾ ലാലുവിനെ സംസാരിക്കാൻ ക്ഷണിക്കാം. ലാലുവിനെ കുറിച്ച് അനക്ഡോട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കഥയിലേക്ക് ഞാൻ പോയത്. ലാലുവിനെ കുറിച്ചുള്ള അനക്ഡോട്ട് എന്താ വെച്ചാൽ, ഞങ്ങൾ നേരത്തെ ഹോൾസെയിൽ ചെയ്തിരുന്ന സമയത്ത് കാലിക്കറ്റ് സ്പേസ് മാളിൽ അധര ലൈഫ് സ്റ്റൈൽ എന്നാണ് ഞങ്ങളെ കമ്പനിയുടെ പേര്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ അന്ന് തുടങ്ങി. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഈ സ്പേസ് മാൾ ടെനൻ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അവിടെ അടുത്തുള്ള സ്റ്റോറുകാരോട് ചോദിച്ചു. എനിക്ക് അത്ര പരിചയമില്ല അന്ന്, 2015-16 മറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ ടെനൻ്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന ഫ്ലോറിൽ നടക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ തുടങ്ങും. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ നിന്ന് ഘോരം പ്രസംഗിക്കുകയാണ്. അപ്പോൾ അതാണ് ലാലു, അതാണ് റെജിൻ. അങ്ങനെയാണ് എനിക്ക് റെജിനെ പരിചയം. പക്ഷെ റെജിന് ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി എന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം ഇന്നിപ്പം 2-3 പ്രാവശ്യം നിർബന്ധിക്കേണ്ടി വന്നു സംസാരിക്കാൻ. അതായത് 10 വർഷം മുമ്പ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് തന്നെ ഇദ്ദേഹം മൈക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ്. ഇന്ന് മൈക്ക് കയ്യിലെടുക്കാൻ എന്തൊരു മടി. അപ്പോൾ ആ മടി മാറ്റിക്കൊണ്ട് റെജിൻ്റെ സ്റ്റോറി കൂടി നമുക്കറിയാം. എനിക്ക് ആ സ്റ്റോറി അറിയാം ആക്ച്വലി ഒരു ഇതൊക്കെ. എന്നാലും നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതുമ കൂടി ചേർത്തുകൊണ്ട് റെജിൻ്റെ സ്റ്റോറി കൂടി ഒന്ന് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഫൈൻ.